Yes, good afternoon, Shijinas. Good afternoon, sir. Yes, good afternoon, Good afternoon, sir. Raspina. Good afternoon. Yes. Oh, yes. Ambudu. Good afternoon. Good afternoon, sir. Yes, good afternoon, Alpha. Good afternoon, sir. Yes, good afternoon, Shemima and Sahida. Good afternoon. Good afternoon, sir. Okay, Lisa. Good afternoon. Good afternoon, sir. Okay, Lini. Good afternoon. Yes, Ara prayer. പ്രേരണാതില്ലേ ഞാൻ ചൊല്ലണോ? എന്താ ഷിജിന? ചൊല്ലിക്കോളൂ. അഖിലാണ്ട മണ്ഡലമണി ചുരുക്കി അതിനുള്ളിലാനന്ദ ദീപം ഒരുക്കി പരമാണ പൊരുളിലും സുരണമായി മിന്നും പരമപ്രകാശമീ സ്വരണമീ നിത്യം. ഓക്കെ സാർ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, തത്സമയം തന്നെ പറഞ്ഞില്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. വെൽക്കം സാർ. ഓക്കെ, 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 ഓക്കെ. ഇനി തോട്ട് ഓഫ് ദി ഡേ. Sir, thought of the day ഞാനാണ്. പറഞ്ഞോളൂ. Remember, success doesn't happen overnight. It grows from patience, consistency, and the courage to keep going even when things get tough. Keep believing in yourself because you are capable of achieving more than you can imagine. Thank you, sir. ഓക്കെ, ഓക്കെ. അപ്പൊ എല്ലാ ദിവസവും കണ്ണാടിയുടെ മുന്നിൽ വന്നിട്ട് വലത് കൈ കൊണ്ട് ഇടതേ തോളിൽ തട്ടിയിട്ട് പറയാം, ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ് എന്ന്. ഓക്കെ, ഏട്ടാ ഹൈഫ. Yes, Yes, very sir. good. Yes. Then you can do more. Then signing on. Sir, രേവതിയാണ്. Okay, Revati. Continue. Yes. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, ഇന്നിൽ നിന്നും പരന്നകന്നൊരു പൈങ്കിളി മലർത്തിൻ കിളി, പൈങ്കിളി മലർത്തിൻ കിളി. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, ഇന്നിൽ നിന്നു പരന്നകന്നൊരു പൈങ്കിളി മലർത്തിൻ കിളി. മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല, ഇന്നിലേ മാമയിൽ നിലപ്പീലികൾ വീശിയോ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നു പരന്നകന്നൊരു പൈങ്കിളി മലർത്തിൻ കിളി, പൈങ്കിളി മലർത്തിൻ കിളി. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്. ഓക്കെ. രേവതി, അടിപൊളി പാട്ട് കേട്ടോ. യെസ്, ഇത് എനിക്ക് തോന്നുന്നു നോക്കത്ത ദൂരത്ത് കണ്ടു നട്ടെന്ന് പറയുന്ന ഫാസിലിന്റെ ഒരു സിനിമയിലെ പാട്ടാ. Am I right? അതെ സർ, മറ്റേ ഓക്കെ. നാദിയ ഹീറോയിൻ. അതെ, നദിയ മൈദൂക്കുള്ള എന്ന് പറയുന്ന ആക്ട്രസിന് വളരെ കവറേജ് നേടിക്കൊടുത്ത, ജനഹൃദയങ്ങളിൽ ഇടം നൽകിയ ഒരു പഴയ ഒരു അവരുടെ തുടക്കകാലത്തുള്ള സിനിമയാണ്. യെസ്, ഓക്കെ. ഞാൻ രേവതി പാടിയപ്പോ പണ്ട് ഈ സിനിമ കണ്ട ആ ഒരു ലെവലിലോട്ടൊന്ന് പോയതാണ്, പോയിട്ട് തിരിച്ചു വന്നു. യെസ്, ഓക്കെ. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്
ഫ്രേസൽ വെർബിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഫ്രേസൽ വെർബിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഫ്രേസൽ വെർബൊക്കെ നമ്മൾ പറഞ്ഞു. ആർക്കെങ്കിലും ഓർമ്മയുണ്ട് ലാസ്റ്റ് നമ്മൾ എവിടം വരെ പറഞ്ഞു നിർത്തിയത്? എനിക്കോട് എന്റെ അൻപതിലോട്ട് പറഞ്ഞു നമ്മള് 19 വരെ പറഞ്ഞു. 19 അല്ലേ പറയേണ്ടത്? 19 മുതൽ പറയാനുണ്ട്. 90 വരെ പറയാനുണ്ട് അല്ലേ? ആ അത്രയായിട്ടുള്ളല്ലേ? യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓ, അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പറയാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് ആദ്യം ചാൻസ് കൊടുത്തിട്ട് നമുക്ക് മുകളിൽ നിന്ന് പറയാം. യെസ്, അപ്പൊ നമ്മൾ അന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. എന്നാലും നമ്മൾ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഒരു വെർബ് അതിന്റെ കൂടെ ഒരു പ്രിപ്പോസിഷൻ അല്ലെ അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ വന്നു കഴിയുമ്പോൾ ദാറ്റ് ഗീവ്സ് അനദർ മീനിങ്. അതിനെയാണ് നമ്മൾ ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ലുക്ക് എന്ന് പറയുന്ന വേർഡ്, നോക്കുക. ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശേഷം. അപ്പോൾ ലുക്ക് ആഫ്റ്റർ എന്ന് പറയുമ്പോഴോ അപ്പൊ പെട്ടെന്ന് നോക്കിയ ശേഷം നമ്മൾ പറയും. പക്ഷെ നോക്കിയ ശേഷം എന്നല്ല, മറിച്ച് പ്രൊട്ടക്ട് അല്ലെങ്കിൽ ടേക്ക് കെയർ ഓഫ്. ഇതാണ് നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞത്. യെസ്, അപ്പോ അങ്ങനെയുള്ള വേർഡുകളെ നമ്മളൊന്ന് പരിചയപ്പെടുകയായിരുന്നു ഇതുവരെ. അപ്പൊ അങ്ങനെ ഏതാണ്ട് ഒരു 19 നമ്മൾ പറഞ്ഞുവെന്നാണ് പറഞ്ഞത്. യെസ്, ഓക്കെ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വായിക്കാത്ത ഒരാൾ വായിച്ചേ. യെസ് സർ, ഞാൻ വായിച്ചിട്ടില്ലായിരുന്നു കഴിഞ്ഞ തവണ. വായിച്ചു. ക്യാരി ഔട്ട്, ഫോർ ഫുൾഫിൽ, ക്യാരി ഔട്ട്, ഫോർ ഫുൾഫിൽ, എക്സിക്യൂട്ട്. They carried out their plan without difficulty. നമ്മളൊരു കാര്യം ഒരു ഡിഫിക്കൽട്ടും ഇല്ലാതെ നമ്മൾ ചെയ്തു പോകുന്നതിനെ ക്യാരി ഔട്ട് ചെയ്യാന്ന് പറയും. നെക്സ്റ്റ് വൺ ഇസ് നടപ്പിലാക്കുക എന്നാണ് അതിനർത്ഥം. എക്സിക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നടപ്പിലാക്കുക. എക്സിക്യൂട്ടീവ് ഹെഡ് നമ്മൾ പറയാറില്ലേ, ഗവൺമെന്റിന് 3 ഭാഗങ്ങളുണ്ട്. 1 ലെജിസ്ലേച്ചർ, 2 എക്സിക്യൂട്ടീവ്, 3 ജുഡീഷ്യറി. 3 ഭാഗങ്ങൾ പറയാറുണ്ട്. അപ്പൊ എക്സിക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പിലാക്കുന്ന ആളുകളാണ്. ലെജിസ്ലേച്ചർ നിയമം ഉണ്ടാക്കുന്നവര്, എക്സിക്യൂട്ടീവ് നടപ്പിലാക്കുന്നവര്, ജുഡീഷ്യറി ആരെങ്കിലും അത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷിക്കുന്നവര്. അപ്പൊ എക്സിക്യൂഷൻ മീൻസ് നടപ്പിലാക്കുക. കം അബൌട്ട് എന്ന് പറയുമ്പോൾ ഒക്കർ, ഹാപ്പൻ. ഹൗ ഡിഡ് ദി സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഇൻ ജപ്പാൻ കം അബൌട്ട്? എങ്ങനെ അത് വന്നു? ഇങ്ങനെ ഈ ഒരു കാര്യം അഫയേഴ്സ് ഉണ്ടായി ജപ്പാനിൽ, അതെങ്ങനെ അത് വന്നു? ഒക്കർ, അതെങ്ങനെ നടന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കം അബൌട്ട്. നെക്സ്റ്റ് വൺ ഈസ് ഗ്രേറ്റ് ചേഞ്ച് ഹാസ് കം അബൌട്ട് ഇൻ ഹർ ബിഹേവിയർ. നല്ലൊരു ചേഞ്ച് ഓഫ് ബിഹേവിയർ ആണ് ആ കുട്ടിക്ക് വന്നിരിക്കുന്നത്. ഗ്രേറ്റ് ചേഞ്ച് ഹാസ് കം അബൌട്ട് ഇൻ ഹർ ബിഹേവിയർ. വെരി ഗുഡ്. കം അബൌട്ട് എന്ന് പറയുമ്പോൾ ഒക്കെ സംഭവിക്കുക, അല്ലെങ്കിൽ ഹാപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊക്കർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് സെയിം അർത്ഥമാണ്. സംഭവിക്കുക, ഉണ്ടാവുക എന്നുള്ള അർത്ഥമാണ് കം അബൌട്ട്. ഓരോട് വായിച്ചോളൂ. കം അക്രോസ്, meet by chance. We come across many difficulties in our ways of life. നമ്മുടെ ലൈഫിന്റെ ഇടയിൽ നമുക്ക് കുറെ തന്നെ ഡിഫിക്കൽട്ടീസ് നമ്മുടെ ലൈഫിൽ വന്നു പോകാം. യെസ്, വെരി ഗുഡ്. കം അക്രോസ് എന്ന് പറഞ്ഞാല് മീറ്റ് കണ്ടുമുട്ടുക. ബൈ ചാൻസ്, യാദൃച്ഛികമായിട്ട് കണ്ടുമുട്ടുക, അല്ലെങ്കിൽ യാദൃച്ഛികമായിട്ട് കണ്ടുമുട്ടേണ്ടി വരിക. അതാണ് കം അക്രോസ് എന്ന് പറയുന്നത്. കണ്ടുമുട്ടുക എന്നല്ല, അത് യാദൃച്ഛികമായിരിക്കണം. We come across many difficulties in our ways of life. നമ്മുടെ ജീവിത വഴികളിൽ യാദൃച്ഛികമായിട്ട് പല ബുദ്ധിമുട്ടുകളെയും നമ്മൾ കണ്ടുമുട്ടേണ്ടി വരും, അഭിമുഖീകരിക്കേണ്ടി വരും. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു സർ. വെരി ഗുഡ്. നെക്സ്റ്റ് ആരാണ്? ഞാൻ പറയാം സാർ. ഓക്കെ, സംഗീത പറഞ്ഞോളൂ. കം ബൈ ഒബ്റ്റെയിൻ. കേൾക്കുന്നുണ്ടോ സാർ? ഓക്കെ. അപ്പൊ ഇതിന്റെ പേജ് നമ്പർ ഒരു മിനിറ്റ്, ആരെങ്കിലും പേജ് നമ്പർ പറഞ്ഞു കൊടുത്ത്. ഇതേ പഴയ കോപ്പിയാണ്. 124 കേട്ടോ. ഓക്കെ. വായിച്ചോളൂ സംഗീത. കണ്ടിന്യൂ ഒന്നുകൂടി വായിച്ചു.
obtain. ഒപ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നേടുക കേട്ടോ. നേടുക. സെന്റൻസ് വായിച്ചോളൂ. Jobs are hard to come by with many people. ഓരോരുത്തർക്കും ജോലി നേടുക എന്നത് ഒരു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വെരി ഗുഡ്. ജോബ്സ് ആർ വെരി ഹാർഡ്. ജോലി വളരെ ബുദ്ധിമുട്ടാണ്. എന്ത് ജോലി? ടു കം ടു ഒപ്റ്റെയിൻ വിത്ത് മെനി പീപ്പിൾ. ധാരാളം ആളുകളെ സംബന്ധിച്ച് അവർക്കൊരു ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബുദ്ധിമുട്ടാണ്. അടുത്തത് കം ടു മൗണ്ട് ടു. മൗണ്ട് ടു മൗണ്ടൻ എന്ന് വരിക. ഉയരുക കേട്ടോ. ഉയരുക എന്നാണ്. ഉയരുക. മൗണ്ടൻ നേടുക. ഉയരുക. The bill 200. 200 രൂപ ബില്ല് വന്നു. അങ്ങനെയല്ലേ സർ? 200 രൂപയായി ബില്ല് ഉയർന്നു. ആ രൂപയിലേക്ക് അത് വന്നു. ഓക്കെ. The bill came to ₹200. അടുത്ത വായിച്ചോളൂ. Come round. Begin to accept എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? സ്വീകരിക്കുക എന്ന് പറയാം. അല്ലെങ്കിൽ അംഗീകരിക്കുവാൻ ആരംഭിക്കുക. അംഗീകരിക്കാൻ ആദ്യം വിഷമം വരുന്നത്, പിന്നീട് നമ്മൾ അംഗീകരിക്കൂലേ? അംഗീകരിക്കാനായിട്ട് തുടങ്ങുക. ഓക്കെ, വായിച്ചോളൂ. Slowly coming round to our point of view. അയാള് സ്ലോ പതുക്കെ അവരുടെ ആ ഒരു പോയിന്റിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെയല്ലേ സർ? ഓക്കെ. ചെറിയൊരു കറക്റ്റ് ആണ്. എന്താ പറയാ, ടോട്ടൽ കറക്റ്റ് ആണ്. ഹി സ്ലോലി കമ്മിങ് അറൗണ്ട്. അവൻ സാവകാശം അംഗീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്ത്? ടു അവർ പോയിന്റ് ഓഫ് വ്യൂ. ഞങ്ങളുടെ അഭിപ്രായങ്ങളോട് അവൻ ആദ്യം എതിർത്തെങ്കിലും സാവകാശം അവൻ ഞങ്ങളുടെ അഭിപ്രായത്തോട് ഇങ്ങനെ അടുത്തടുത്ത് വരികയായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. പൂർണ്ണ വായിച്ചില്ലേ? എന്റെ അടുത്താണ്. ഓക്കെ, അടുത്തൊരാള്. ആരുമില്ല എങ്കിൽ ഓക്കെ. എന്നാ പറഞ്ഞോളൂ. വായിച്ചോളൂ. Cut across. Interrupt, oppose. Interrupt എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തുക, ഇടയിൽ കയറുക എന്നുള്ള അർത്ഥമല്ലേ? അല്ല, ടിവിയിലെല്ലാം പവർ സപ്ലൈ പോകുമ്പോ എഴുതി കാണിക്കുന്ന ഒരു വേർഡാണ് സോറി ഫോർ ഇന്ററപ്ഷൻ. അതിന്റെ അടിയിൽ മലയാളം ഉണ്ടാവും. തടസ്സപ്പെടുത്തതിൽ ഖേദിക്കുന്നു. അപ്പൊ ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തുക എന്നാണ് കേട്ടോ. തടസ്സപ്പെടുത്തുക. ഓക്കെ. ഒപ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർക്കുക. അപ്പൊ രണ്ടർത്ഥം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിയിലെ കട്ട് അക്രോസ്. The minister's speech in the assembly cut across what he had said earlier എന്നാണോ സർ? അവിടെ കേളിയർ എന്നാ കൊടുത്തത്. ഓക്കെ. മിനിസ്റ്റർ സ്പീച്ച്, അസംബ്ലിയിലെ മിനിസ്റ്റർ സ്പീച്ച് ഇന്ററപ്റ്റ് ആയി. വാട്ട് ഹി ഹാഡ് സെഡ്, മുന്നേ പറഞ്ഞ കാര്യം കൊണ്ട്. മുന്നേ പറഞ്ഞ കാര്യങ്ങൾ വ്യത്യസ്തമായ കാര്യമായിരിക്കാം മിനിസ്റ്റർ അസംബ്ലിയിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? അത് തടസ്സപ്പെട്ടു. അടുത്തുകൂടി വായിച്ചതിന്റെ അടിയിലോട്ടുകൂടി ഉണ്ടല്ലോ. The wall cuts across the line of vision. അത് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞ അർത്ഥത്തിലാണ് ഉപയോഗിച്ചേക്കുന്നത്. അതെ. The line of vision. Cut down, to reduce, കുറയ്ക്കുക. A servant does not like to have. പറഞ്ഞില്ലേ? The wall cut across the line of vision. അതായത് മതില് വന്നു കഴിഞ്ഞപ്പോ അതിന്റെ വിഷൻ കട്ടായി. The line of vision. അതെ. Cut down, to reduce, കുറയ്ക്കുക. A servant does not like to have her salary cut down. ജോലിക്കാരി അവളുടെ സാലറി കട്ട് ഡൗൺ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടില്ല. വെരി ഗുഡ്. ഇഷ്ടപ്പെടാറില്ല. വെരി ഗുഡ്. കട്ട് ഓഫ്, ഡിസ്കണക്ട്.
അതായത് കണക്ട് അല്ലാണ്ടാവുക, കണക്ഷൻ പോവുക, ഡിസ്കണക്ട്. Okay, correct. വാട്ടർ സപ്ലൈ ഹാസ് ബീൻ കട്ട് ഓഫ് അഗെയിൻ. വെള്ളത്തിന്റെ കണക്ഷൻ വീണ്ടും ഡിസ്കണക്ട് ആയി. Correct. Okay. Unless we pay the bill in time, the connection will be cut off. നമ്മൾ കറക്റ്റ് ടൈമിൽ ബില്ല് പേ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ കണക്ഷൻ കട്ട് ആവും. Very good. Disconnect the connection. That will be ഡിസ്കണക്ട് ആവും. disconnect. Very good. Okay. Then, ഇനി അടുത്തത് ആരാണ്? Sir, Yes. അപ്പോൾ ലിജി ചോദിച്ചോളൂ. get on, make progress. Make progress. അപ്പൊ അർത്ഥം എന്താണ്? Make progress എന്ന് പറഞ്ഞാൽ എന്താണ്? വളർച്ചയെന്നല്ലേ? അപ്പൊ make progress എന്ന് പറയുമ്പോൾ ഉയരുക, വളർച്ച ഉണ്ടാക്കുക, മെച്ചപ്പെടുക എന്നൊക്കെ പറയില്ലേ? അതെ. വായിച്ചോളൂ. She is sitting well with her studies. അതായത് Yes. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഷീസ് സിറ്റിംഗ് അല്ല, ഷീസ് ഗെറ്റിംഗ് ഓൺ ആണ്. എനിക്ക് തോന്നി. ഓക്കെ. അപ്പൊ ചോദിക്കണ്ടേ, ഇതിനെ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. ആയിട്ട് ആദ്യം പഠിച്ച ഷീ ഈസ് ഗെറ്റിംഗ് ഓൺ വിത്ത് ഹെയർ സ്റ്റഡീസ്. പറഞ്ഞു. She is sitting well with her studies. അതായത് നല്ല പ്രോഗ്രസ് ഉണ്ട് സ്റ്റഡീസിൽ അവള്. പിന്നെ get overcome. അതായത് നമ്മള് ഓവർകം ചെയ്യാൻ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഓവർകം ചെയ്യുന്നതാണ്. അതെ. അതിജീവിക്കുക. Mountaineer has to get over several obstacles on his way up. Okay. A mountaineer has to get over several obstacles on his way up. പറഞ്ഞു. Okay. പിന്നെ get away. അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുക. എല്ലാവർക്കും അറിയട്ടെ, ടീച്ചറല്ലേ? മലയാളത്തിൽ പറയുമ്പോ എനിക്ക് എങ്ങനെയാന്ന് അറിയില്ല. മൗണ്ടൈനർ എന്ന് പറഞ്ഞാൽ പർവ്വതാരോഹകൻ. അയാൾക്ക് മുകളിലേക്ക് പോകുന്ന സമയത്ത് ധാരാളം ഒബ്സ്റ്റക്കിൾ തടസ്സങ്ങൾ ഓവർകം ചെയ്യാനായിട്ടുണ്ട്. അതെ. ഗെറ്റ് അവേ, എസ്കേപ്പ് ഫാം. ഫാം അല്ല, ഫ്രം. എസ്കേപ്പ് ഫ്രം മനസ്സിലാക്കി. എസ്കേപ്പ് ഫ്രം. എസ്കേപ്പ് ഫ്രം അതായത് അതിൽ നിന്ന് ഒഴിഞ്ഞ് മാറാ എന്നൊക്കെ പറഞ്ഞാൽ രക്ഷപ്പെടാം. ഓക്കെ. He is fond of talking. You will never get away. അതായത് ആൾക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ അപ്പോ നിനക്ക് അതിന്ന് ഒരു ഇത് ഉണ്ടാവില്ല. അതായത് ടൈമിന് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെയാണ്. അവൻ വളരെ സംസാരപ്രിയനാണ്. അതെ. നെവർ ഗെറ്റ് അവേ. അവന്റെ അടുത്ത് നീക്കാൻ ചെന്നാൽ പിന്നെ നിനക്ക് നിയമില്ല, അവിടെ രക്ഷപ്പെടാൻ പറ്റില്ല. അവൻ നിന്നെ വധിച്ചു കൊല്ലും എന്ന് പറയില്ലേ? അതെ. ഓക്കെ. അപ്പൊ ഷിജിനാസ്. Okay, sir. 31 വായിക്കൂ. 1 minute. Get truth. ഗെറ്റ് ത്രൂ എന്ന് പറഞ്ഞാൽ ഗെറ്റ് ത്രൂ. THROUGH ഗെറ്റ് ത്രൂ. അതിന്റെ അർത്ഥം എന്താണ്? പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാസ്സാവുക, വിജയിക്കുക. ഓക്കെ. ഇനി അതിന്റെ അടിയിൽ സെന്റൻസ് You cannot get truth and examination. other than you work hard. hard കണ്ടില്ല. ഓക്കെ. ഹാർഡ് എന്താണോ? യെസ് പറഞ്ഞോളൂ. ഈ അത് അർത്ഥം പറഞ്ഞു നോക്കിയാൽ you cannot get through an examination other than എക്സാമിനേഷൻ ജയിച്ചെന്നാണോ? ജയിച്ചു എന്നാണോ? ഇപ്പൊ ഹാർഡ് വർക്കിന്റെ ഒന്നും വന്നില്ലല്ലോ. ഹാർഡ് വർക്ക് നല്ലോണം ഹാർഡ് വർക്ക് എടുത്തിട്ട് എക്സാമിനേഷൻ ജയിച്ച്. അങ്ങനെയല്ല സർ, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ എക്സാമിൽ ഗെറ്റ് ത്രൂ ചെയ്യാൻ പറ്റത്തില്ല, പാസ്സാവാൻ പറ്റത്തില്ല. You cannot
നിനക്ക് കഴിയില്ല. ഗെറ്റ് ത്രൂ എന്നുള്ളതിന്റെ പകരം പാസ് എന്നാണ് വിചാരിക്കുക ഇവിടെ. അപ്പൊ യു കനോട്ട് പാസ്, നിനക്ക് വിജയിക്കാൻ കഴിയില്ല. ആൻ എക്സാമിനേഷൻ, ഒരു പരീക്ഷ വിജയിക്കാൻ നിനക്ക് കഴിയില്ല. അതർ ദാൻ യു വർക്ക് ഹാർഡ്, നീ കഠിനമായി അധ്വാനിക്കുന്നില്ലെങ്കിൽ നിനക്കൊരു പരീക്ഷ വിജയിക്കാൻ കഴിയില്ല. ഗെറ്റ് അപ്പ് ഫ്രം ബെഡ്, ബെഡ് എഴുന്നേൽക്കുക എന്നർത്ഥമാണ്. എഴുന്നേൽക്കുക. രണ്ട് ഫൈൻഡ് പറഞ്ഞു ലാസ്റ്റ് പറഞ്ഞു. ഫൈൻഡ് ഡിഫിക്കൽട്ട് ടു ദ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. സിമ്പിൾ ആയ വാചകങ്ങളല്ലേ. ഡിഫിക്കൽട്ട് ബുദ്ധിമുട്ട്, ഏർലി രാവിലെ, പീപ്പിൾ ജനം, ആളുകൾ ഒക്കെ ആയില്ല. എന്താ മീനിങ് ഒന്ന് പറഞ്ഞേ. സം പീപ്പിൾ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഞാൻ എണീറ്റപ്പോ രാവിലെ എല്ലാ ജനങ്ങളെയും കണ്ടു എന്നാണോ? അല്ല, ജനങ്ങൾ എന്നുള്ളതിനല്ല, സം പീപ്പിൾ അങ്ങനെ പറയാം. കുറച്ച് ആളുകൾക്ക് അല്ല, സം പീപ്പിൾ ഫൈൻഡ് ഇറ്റ് കാണുന്നു. ഇത് കുറച്ച് ആളുകളെ സംബന്ധിച്ച് അവർ ഇങ്ങനെ കാണുന്നു. ഇത് ഏത്? ഡിഫിക്കൽട്ട്, ബുദ്ധിമുട്ടായിട്ട് കാണും. എന്ത് ബുദ്ധിമുട്ട്? രാവിലെ എണീറ്റപ്പോ ബുദ്ധിമുട്ടായിട്ട് കുറച്ച് ആൾക്കാരെ കാണുന്നു. അതാണ്. സം പീപ്പിൾ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ചില ആളുകൾക്ക് അതിരാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. യെസ്, അടുത്ത വേറൊരു വായിച്ചോളൂ. ഗീവിങ് ഇൻ, സറണ്ടർ, യേൽഡ്. സറണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാല് കീഴടങ്ങുക, കീഴ്പ്പെടുക. They found it. Fought, FOUGHT. They fought. Fight എന്നുള്ളതിന്റെ past tense ആണ്. They fought until the enemy giving in. Gave in. Give എന്നുള്ളതിന്റെ past tense ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. Gave in. ഇപ്പൊ ഞാൻ വായിക്കാം. They fought until the enemy gave in. ഇപ്പൊ എന്തായി അർത്ഥം പറയാൻ പറ്റുമോ? എന്നുവെച്ചാല് കുറച്ച് എനിമിയായ ആൾക്കാരുണ്ടെന്ന്, എനിമിയായ ശത്രുക്കളുണ്ടെന്നാണോ? യെസ്, നമുക്ക് നോക്കാം. എന്ന് പറഞ്ഞാല് അവർ. ഫോർട്ട് എന്ന് പറഞ്ഞാൽ ഫൈറ്റ്, യുദ്ധം ചെയ്യുക. അതിന്റെ പാസൻസ് ആണ് ഫോർട്ട്, യുദ്ധം ചെയ്തത്. അപ്പൊ ദേ ഫോർട്ട്, അവർ. ഒരു മിനിറ്റ്. അണ്ടിൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വരെ എന്നാണ്. വരെ, എന്തുവരെ? ദ എനിമി, ശത്രു, ഗേവ് ഇൻ, കീഴടങ്ങുന്നത് വരെ അവർ യുദ്ധം ചെയ്തു. ശത്രു കീഴടങ്ങുന്നത് വരെ അവർ ദേ fought until the enemy gave in. Okay, Shija? Very good. Yes. Thank you. Okay. Ambudu. Sir. Paju. Sir. Give up. Stop. നിർത്തുക. അറിയാം, സിമ്പിളെ എപ്പോഴും വരുന്ന വാചകമാണ് give up. Yes, പറഞ്ഞു. The doctor advised him to give up smoking. Smoking നിർത്താൻ വേണ്ടി ഡോക്ടർ നിർദ്ദേശിച്ചു. Very good. അടുത്ത. Give away. Distribute. ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വിതരണം ചെയ്യുക. വെരി ഗുഡ്. Were given away to the winners by the minister. Okay, so yes, the prizes were given to the winners by the minister. വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്ത ആരാണ്? മിനിസ്റ്ററാണ്, മന്ത്രിയാണ്. ഓരോട് വായിച്ചോളും. കൊടുക്കുക. Given over to our neighbors during our absence. ഞങ്ങളുടെ
അയൽക്കാരുടെ കയ്യില് കീസ് കൊടുത്തു. Very good, very good, very good. The keys were given over to our neighbors during, and the DURNING, during our absence. ഞങ്ങൾ അവിടെ ഇല്ലാതിരുന്നപ്പോ വീടിന്റെ താക്കോല് അയൽക്കാരുടെ കയ്യിൽ കൊടുത്തു. ഓക്കെ, ജോൺ ഫി. Yes, sir. യെസ്, അടുത്ത് വായിച്ചോളൂ. Go through, examine carefully. Examine carefully ആയിട്ടിരിക്കുക. Go through എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സാമിൻ, പരിശോധിക്കുക. കെയർഫുള്ളി, ശ്രദ്ധയോടുകൂടി പരിശോധിക്കുന്നതിനെയാണ് ഗോ ത്രൂ എന്ന് പറയും. യെസ്, പറഞ്ഞോളൂ. She went through the book and summed up the facts. Yes. He went through the books. കുറച്ച് ബുക്ക് ആ വെന്റ് ത്രൂ എന്നുള്ള സ്ഥലത്ത് എക്സാമിന്റെ കെയർഫുള്ളി എന്ന് വിചാരിച്ചിട്ട് പറയൂ. അപ്പൊ കറക്റ്റ്. വെന്റ് ത്രൂ എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻ വരണ്ട. വെന്റ് ത്രൂവിന്റെ അർത്ഥം എക്സാമിന്റെ എന്നാണല്ലോ. ആ എക്സാമിന്റെ എന്നുള്ള വേറെ വന്നിരിക്കുന്നത് വിചാരിച്ചിട്ട് ഒന്ന് പറഞ്ഞു നോക്കുക. അപ്പൊ ശരിയാണ്. എക്സാമിന് കെയർഫുള്ളി ശ്രദ്ധയോടെ പഠിക്കുക. ഒന്നുകൂടി. എക്സാമിന് ഉള്ള വാക്കില്ല ജോൺ ഫി. എക്സാമിൻ പരിശോധിക്കാതാണ്. അത് എക്സാമിനേഷൻ എന്ന് വരുമ്പോഴാണ് പരീക്ഷ എന്ന് വരുള്ളൂ. എക്സാമിൻ പരിശോധിക്കുക എന്നുള്ളൂ. കുറച്ച് ബുക്കുകൾ പരിശോധിക്കുക. ഫാക്ട്സ്, സമ്മഡ് അപ്പ് ദ ഫാക്ട്സ് ആയിട്ടുള്ള. ഓക്കെ ഓക്കെ, ഏതാണ്ട് കാര്യത്തിൽ കൂടി പോട്ടെ. അപ്പൊ ഒന്നുകൂടി ഒന്ന് റെഡ്യൂസ് ചെയ്യാം. ഷീ, അവൾ, വെന്റ് ത്രൂ. വെന്റ് ത്രൂ എന്ന് പറഞ്ഞാല് എക്സാമിന്റെ കെയർഫുള്ളി. അവൾ എന്ത് ചെയ്തു? കൃത്യമായി പരിശോധിച്ചു. ദ ബുക്ക്, ആ പുസ്തകം അവൾ കൃത്യമായി പരിശോധിച്ചു. ആൻഡ് സമൺ അപ്പ്, സമൺ എന്ന് പറഞ്ഞാല് ശേഖരിക്കുക, എഴുതിയെടുക്കുക, ശേഖരിക്കുക. സമൺ അപ്പ് ദ ഫാക്ട്സ്, എന്നിട്ട് അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ അവള് ശേഖരിച്ചു വെച്ചു. ആ ബുക്ക് കൃത്യമായി അവൾ പരിശോധിച്ചു, കുറെ കാര്യങ്ങൾ അതിൽ നിന്ന് ശേഖരിച്ചു വെച്ചു. അടുത്ത വായിച്ചോ. Go after, try to win something, someone chase. Yes. Go after, try to win something. എന്തെങ്കിലും ഒരു കാര്യം നേടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ചേസ്, പിന്തുടരുക. പറഞ്ഞോളൂ. Millions in India go after job. A job. job. ഇന്ത്യയിൽ കുറച്ച് ജോലി, ഒരുപാട് ആൾക്കാർ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നുണ്ട്. യെസ്. അപ്പൊ ഗോ ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ജോലി കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. മില്യൺസ് ഇൻ ഇന്ത്യ, കോടിക്കണക്കിന് ആളുകൾ ഇന്ത്യയില് ഗോ ആഫ്റ്റർ ട്രൈയിങ് എ ജോബ്, ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. യെസ്. അടുത്തത് look after, to take care. ടേക്ക് കെയർ. ടേക്ക് കെയർ എന്ന് പറഞ്ഞാൽ എന്താ? ടേക്ക് കെയർ ആയിട്ടിരിക്കുക. ടേക്ക് കെയർ, സംരക്ഷിക്കുക, അല്ലെങ്കിൽ ജാഗ്രത പാലിക്കുക എന്നൊക്കെ പറയില്ലേ? യെസ്. ഓക്കെ, പറഞ്ഞോളൂ. Parents look after their kids. പേരൻസ്, മാതാപിതാക്കൾ ലുക്ക് ആഫ്റ്റർ, കുട്ടികളെ സംരക്ഷിക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്. പാരന്റ്സ് ലുക്ക് ആഫ്റ്റർ their kids. മാതാപിതാക്കൾ അവരുടെ ചെറിയ കുട്ടികളെ സംരക്ഷിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഷമീമ ബിഷാ. Yes, sir. Yes, വായിച്ചോളൂ. Look for. Look for. Search. തിരയുക, സെർച്ച് ചെയ്യുക. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. In our country, lakhs of educated young men looking for job. Yes. നമ്മുടെ നാട്ടില് ഒരുപാട് പഠിപ്പുള്ള ആൾക്കാര് ജോലിക്ക് വേണ്ടി തിരയുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ, ലക്ഷക്കണക്കിന് ആളുകൾ ജോലിക്ക് വേണ്ടി തിരഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, അടുത്തത്. Make after.
Run Ah. after. Hmm. പുറകെ പോവുക എന്നാണ്. അത് തന്നെ, പുറകെ പോവുക, പിന്തുടരുക. ഓക്കെ ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. We throw one ball and the dog made after it. നമ്മളൊരു ബോൾ എറിഞ്ഞു, ഒരു നായ്ക്കുട്ടി അതിന്റെ പുറകെ പോയി, ബോളിന് വേണ്ടി പുറകെ പോയി. Very good, very good. We threw one ball and the dog made after it. One more. What do you call? Make out, understand, മനസ്സിലാക്കുക. Yes. Can you make out what he is trying to say? അവൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? Yes. Okay, okay, okay. Very good, very good. Okay, Shimima. Can you make out what he is trying to say? അവൻ പറയാൻ ശ്രമിക്കുന്നത് എന്താണ് എന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? Okay, very good, very good, very good. Sanisha ke. Thank you, sir. Sanisha. Sir. Yes. അടുത്ത വായിച്ചോളൂ. Make out. Make up for. Make up for the compensate. Make up for. Okay. Okay, sir. അതിന്റെ അർത്ഥമാണ് Compensate. പകരം വെക്കുക. Yes, very good, very good, correct. They work during the night in order to make up for the time they lost. അവർ നഷ്ടപ്പെടുത്തിയ സമയത്തിന് വേണ്ടിയിട്ട് അവര് നൈറ്റ് എക്സ്ട്രാ വർക്ക് ചെയ്തതിൽ പകരം വെച്ചു. വർക്ക് ചെയ്തിട്ട്. Very good, very good, very good, very good, very good. നഷ്ടപരിഹാരം. Okay, സഫീദ. Yes, അടുത്ത. Pass away. Die. മരിക്കുക. അപ്പൊ മരിക്കുക എന്ന് പറയുന്നതിന് പകരം അവൻ മരിച്ചു എന്നുള്ളത് he died എന്നതിന് പകരം he passed away എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരിയാണ്. ഗാന്ധി passed away on 13th January 1948. ഗാന്ധിജി മരിച്ചത് ജനുവരി 30, 1948. Yes, okay, 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 okay. അടുത്ത. Pass over. Pass over. Pass over. ഡൈ എന്ന് അർത്ഥമുണ്ട്. അതിനകത്ത് കൂടുതൽ ഇഗ്നോർ. ഒഴിവാക്കുക. ഒഴിവാക്കുക. ഒഴിവാക്കുക, വേണ്ടെന്ന് വയ്ക്കുക. കറക്റ്റ് ആണ്. He passed over in his sleep. ഉറക്കം ഒഴിവാക്കി. യെസ്, അതിനകത്ത് അർത്ഥം ഡൈഡ് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ല? ആണോ? He died in his sleep എന്ന് വെച്ചാൽ എന്താണ്? ഉറക്കത്തിൽ മരണപ്പെട്ടു പോയി. ഉറക്കത്തിൽ മരണപ്പെട്ടു പോയി. യെസ്, ഓക്കെ 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 ഓക്കെ. മൂന്നെണ്ണമായ സനീഷ. അപ്പൊ സുറുമി. താങ്ക് യു സർ. ഓക്കെ ഓക്കെ, വെൽക്കം. യെസ് സർ. അടുത്ത വായിച്ചോളൂ. Put across, communicate successfully. എന്ന് വെച്ചുകഴിഞ്ഞാല് നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുക. വെരി ഗുഡ്, വെരി ഗുഡ്. Some people find it difficult to put across the idea in English. ചില ആളുകൾക്ക് ഇംഗ്ലീഷിൽ അവരുടെ ഐഡിയാസ് ആശയവിനിമയം നടത്താൻ ബുദ്ധിമുട്ടാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ്, put in, to make action. ഇതിൽ പ്രവൃത്തികൾ ചെയ്യുക. വെരി ഗുഡ്. You can put in a claim to the post office in the goods are damaged in the post. Yes. കിട്ടാത്ത വാക്കുണ്ട്. ഡാമേജ് എന്ന് പറഞ്ഞാൽ മോശമാവുക. വസ്തുക്കൾ എന്തെങ്കിലും നമുക്ക് പോസ്റ്റ് ഓഫീസിൽ സാധനം കിട്ടുമ്പോൾ ഡാമേജ് ആയി നമുക്ക് എന്തെങ്കിലും അവിടെ പ്രവർത്തിക്കാനും പരാതി പറയാനും ഉള്ള ഒരു അവസരം ഉണ്ടാകും എന്നാണ്. യു ക്യാൻ പുട്ട് ആൻ ആക്ഷൻ. നിങ്ങൾക്ക് നടപടി എടുക്കാം. You can put in a claim to a post office. പോസ്റ്റ് ഓഫീസിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലെയിമിന് നടപടി എടുക്കാം. എങ്ങനെയാണെങ്കിൽ, if the goods are damaged in the post, പോസ്റ്റ് വഴി വരുന്ന സമയത്ത് നിങ്ങളുടെ ഗുഡ്സിന് ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾക്ക് ക്ലെയിം ഉന്നയിക്കാം. അടുത്തത് പുട്ടോ പോസ്റ്റ് ഫോണാണ് പോസ്റ്റ്. അതെ, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. പോസ്റ്റ്പോൺ ഒറ്റ വേർഡാണ്. പോസ്റ്റ്പോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീട്ടി വെക്കുക എന്നാണ്. നീട്ടി വെക്കുക. പുട്ടോ പുട്ട് ഓഫ് വാട്ട് വി ഹാവ് ടു ഡു ടുഡേ. ഇന്ന് ചെയ്യേണ്ട കാര്യം നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. യെസ്, വെരി ഗുഡ്. അത് എവിടെയെങ്കിലും പറയാവുന്നതാണ്. തോട്ട് ഓഫ് ദി ഡേ ഒക്കെ പറയാം. നെവർ പുട്ട് ഓഫ് വാട്ട് വി ഹാവ് ടു ഡു ടുഡേ. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ വേറൊരു ദിവസത്തേക്ക് നമ്മൾ മാറ്റി വെക്കരുത്.
യെസ്. അപ്പോ 3 ആയില്ലേ സുമി? ആയി സർ, ആയി. ഓക്കെ ഓക്കെ. ബിനീഷ. സർ, പറഞ്ഞോളൂ ബിനീഷ. പുട്ട് ഓൺ, പുട്ടോ വെയർ ധരിക്കുക. ധരിക്കുക. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഷീ പുട്ട് ഓൺ ഹിസ് സ്പെക്ടാക്കിൾസ് ടു റീഡ് ദ ലെറ്റേഴ്സ് വായിക്കാൻ വേണ്ടിയിട്ട് അവൻ കണ്ണട ധരിച്ചു. വെരി ഗുഡ് വെരി ഗുഡ്. പുട്ട് ഔട്ട്, എക്സ്റ്റിങ്ക്യൂഷ്. എക്സ്റ്റിങ്ക്വിഷിന്റെ വാർത്ത എക്സ്റ്റിങ്ക്യൂഷ് കേട്ടിട്ടുണ്ട്, എക്സാമിലൊക്കെ ഇങ്ങനെ. എക്സാമിന് കേട്ടിട്ടുണ്ട്. ഈ സംഗതി കണ്ടു എവിടെയെന്ന് അറിയാമോ? സിനിമാ തിയേറ്ററിൽ പോകുമ്പോ സിനിമാ തിയേറ്ററിന്റെ സ്ക്രീനിന്റെ ഫ്രണ്ടില് കുറച്ച് ബക്കറ്റുകൾ, ചുവന്ന ബക്കറ്റ് തൂക്കിട്ടേക്കണതാണ് ചില. അവിടെ ആ ബക്കറ്റുമ്പോ ഈ വീട് കാണാം, എക്സ്റ്റിങ്ക്വിഷ്. അതുമല്ലെങ്കിൽ ഓക്കെ അമ്പടു. ഇതല്ല എങ്കിൽ ഓക്കെ, സൈഡില് ഒരു ചെറിയൊരു സിലിണ്ടർ കാണാം. ആ സിലിണ്ടറിനും ഈ വീട് ഉണ്ടാവും, എക്സ്റ്റിങ്ക്വിഷ്. നിങ്ങൾ വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ പെട്രോൾ പമ്പിൽ ചെല്ലുമ്പോൾ ആ പെട്രോൾ പമ്പിലെ തൂണിലും ഈ ഒരു സിലിണ്ടർ കാണാം, അവിടെ ഉണ്ടാവും ഈ വീട് എക്സ്റ്റിങ്ക്വിഷ്. ഹോസ്പിറ്റലിലുണ്ടാവും. ഹോസ്പിറ്റലിൽ ഉണ്ടാവും. ഇതൊരു സേഫ്റ്റി മെഷറാണ്. ഓക്കെ സഫീദ, കറക്റ്റ് ആണ്. കെടുത്തുക എന്നാണ്. കെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊണ്ടുപോയി അങ്ങോട്ട് കെടുത്തുക എന്നല്ലേ, മറിച്ച് തീ കെടുത്തുക എന്ന് പറയില്ലേ, ആ കെടുത്തുക. ഷീ പുട്ട് ഔട്ട് ദ ലൈറ്റ് ആൻഡ് വെന്റ് ടു ബെഡ്. ബെഡിലേക്ക് പോകുന്ന നേരം ലൈറ്റ് കെടുത്തുക. ലൈറ്റ് കെടുത്തി. യെസ്. പുട്ട് ഔട്ട് ദ ലൈറ്റ് ആൻഡ് വെന്റ് ടു ബെഡ്. അവൾ ലൈറ്റ് കെടുത്തി പിന്നെ ഉറങ്ങാൻ പോയി. യെസ്. പുട്ട് അപ്പ്, സ്റ്റേ, ബിൽഡ്, എറക്റ്റ്. സ്റ്റേ എന്ന് പറഞ്ഞാല് തങ്ങുക, താമസിക്കുക, നിൽക്കുക. ബിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിർമ്മിക്കുക. ഇറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപിക്കുക. കേട്ടോ, അത് 3 അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാറുണ്ട്. പുട്ടപ്പ് എന്ത്? സ്റ്റേ, ബിൽഡ്, ഇറക്റ്റ്. ഓക്കെ, പഠിച്ചു. ഷീ പുട്ട് അപ്പ് അറ്റ് ദ ലോഡ്ജ് ഫോർ ദ നൈറ്റ് യെസ്റ്റർഡേ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ ബിനീഷ, ഇതിനകത്ത് ഇവിടെ ഈ പുട്ടപ്പ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റേ എന്ന അർത്ഥത്തിലാണോ, ബിൽഡ് എന്ന അർത്ഥത്തിലാണോ, ഇറക്റ്റ് എന്ന അർത്ഥത്തിലാണോ? സ്റ്റേ. സ്റ്റേ. വെരി ഗുഡ് വെരി ഗുഡ്. ലോഡ്ജിൽ സ്റ്റേ ചെയ്തു. യെസ്. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. ഷീ പുട്ട് അപ്പ് എ സ്ട്രോങ് വാൾ അറൌണ്ട് ഹിസ് ഹൗസ്. ഇവിടെ നിർമ്മിച്ചു, ബിൽഡ് എന്നുള്ള അർത്ഥത്തില്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഹിസ് ഹൗസ് എന്നുള്ളത് ഹെയർ ഹൗസ് എന്നാക്കി ചിന്തിക്കാം കേട്ടോ. ഷീ പുട്ട് അപ്പ് എ സ്ട്രോങ് വാൾ അറൌണ്ട് ഹെയർ ഹൗസ്. ഓക്കെ, 3 ബിനീഷ? 3 ഇതിന്റെ അർത്ഥം പറഞ്ഞോ. ഷീ പുട്ട് അപ്പ് എ സ്ട്രോങ് വാൾ അറൌണ്ട് ഹെർ ഹൗസ്. അവളുടെ വീട്ടില് നല്ല സ്ട്രോങ് ഉള്ള ഒരു ചുമര് നിർമ്മിച്ചു. യെസ്, മതിലുണ്ടാക്കി. ഷീ പുട്ട് അപ്പ് എ സ്ട്രോങ് വാൾ, നല്ലൊരു മതില് അറൌണ്ട് ഹെർ ഹൗസ്. അവളുടെ വീടിന് ചുറ്റും അവള് സ്ട്രോങ് ആയിട്ടുള്ള മതിലുണ്ടാക്കി. യെസ് സഫീദ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ സർ. കണ്ടിന്യൂ. പുട്ട് അപ്പ് വിത്ത്, ടോളറേറ്റ്. സഹിക്കുക. അപ്പൊ സഫർ എന്ന് പറഞ്ഞാൽ പോലെ നമ്മൾ ചില ആളുകളോട് നമ്മൾ ദ്രോഹത്തിനും പോകില്ല, നന്മയ്ക്കും പോകില്ല, തിന്മയ്ക്കും പോകില്ല. അങ്ങനെ കുറച്ച് ഒരു മനസ്സിൽ നമുക്ക് വരില്ലേ, ആ സംഗതിയാണ് ഈ പുട്ടപ്പ് വിത്ത് ടോളറേറ്റ്. സഹിഷ്ണുത കേട്ടോ, സഹിക്കാൻ തന്നെ സഹിഷ്ണുത. ഓക്കെ, കണ്ടിന്യൂ. ഐ കാൻ പുട്ട് അപ്പ് വിത്ത് യുവർ റൂഡ്നെസ് എനിമോർ. എനിക്ക് ഇനി മുതൽ നിന്റെ റൂഡ്നെസ് സഹിക്കാൻ വയ്യ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. പുട്ട് ഡൗൺ, റൈറ്റ്, സപ്രസ്. പുട്ട് ഡൗൺ എന്നുള്ളതിന് 2 അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഒന്ന് റൈറ്റ്, അടുത്ത് സപ്രസ്. സപ്രസ് എന്ന് പറയുന്നത് എന്താണ്? അടിച്ചമർത്തലാണ്. അടിച്ചമർത്തുക, കീഴടക്കുക, അടിച്ചമർത്തുക. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. റൈറ്റ് മീൻസ് എഴുതുക. The armed forces put down revolt. The armed forces means soldiers എന്നൊക്കെയാണോ? Yes, സായുധ സേന. Put down revolt. അവരൊരു കലാപത്തിൽ ആർമഡ് ഫോഴ്സ് ആയിട്ടുള്ള കലാപധാരികളിൽ ആർമഡ് ഫോഴ്സ് ആയ ആളുകൾ ഉണ്ടായിരുന്നു. കൈവിട്ടു പോയി. ഒന്നുകൂടി ആലോചിച്ചേ.
ഈ റൈറ്റ് ആണ് സപ്രസ് ആണ് അതിന്റെ അത് ഉപയോഗിച്ചിരിക്കുന്നത്. കലാപത്തില് അടിച്ചമർത്തി ആളുകളെ. വേറെ വഴിക്ക് പോലെ ദ ആർമഡ് ഫോഴ്സസ് അല്ല സായുധ സേന, പുട്ട് ഡൗൺ അടിച്ചമർത്തി, റിവോൾട്ട് ലഹള അടിച്ചമർത്തി കേട്ടോ, അങ്ങനെ പറ്റും. ഓക്കെ, അടുത്തത്. ലെറ്റ് മീ പുട്ട് ഡൗൺ യുവർ ടെലിഫോൺ നമ്പർ. നിന്റെ മൊബൈൽ നമ്പർ നമുക്ക് മാറ്റാവുന്നതാണോ? പുട്ട് ഡൗൺ ഇവിടെ റൈറ്റ് എന്നല്ലേ? എഴുതാം, നമുക്ക് എഴുതാം, നിന്റെ മൊബൈൽ നമ്പർ എഴുതാം. യെസ്, അത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കാം. ലെറ്റ് മീ അനുവദിക്കുക എന്നല്ല, ലെറ്റ് മീ എന്നെ അനുവദിക്കുക. എന്തിന്? റൈറ്റ്, പുട്ട് ഡൗൺ മീൻസ് റൈറ്റ് യുവർ ടെലിഫോൺ, നിന്റെ നമ്പർ ഒന്ന് എഴുതിയെടുക്കാനായിട്ട് എന്നെ അനുവദിക്കുക. യെസ്, സാവകാശം പറയുക, അല്ലെങ്കിൽ ഒന്നുകൂടി പറയുക, ഞാൻ നിന്റെ നമ്പർ ഒന്ന് എഴുതിയെടുത്തോട്ടെ. 3 സഫീദ? ഇല്ല, 2 പറഞ്ഞോ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. അതൊരു കറക്റ്റ് ഇതല്ല, ഞാൻ ഇപ്പൊ എല്ലാവർക്കും മാക്സിമം എത്തിക്കാൻ വേണ്ടിട്ട് ഞാൻ 3 പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, കണ്ടിന്യൂ. ഒന്നോട് വായിച്ചു. റൺ ഔട്ട് become used up so that there is no more left. അതിന്റെ അർത്ഥം പറയാമോ? നമ്മൾ ഉപയോഗിച്ചതില് ഇനി ഒന്നും ബാക്കിയില്ല എന്നാണ്. ഉപയോഗിച്ച് തീരുക എന്ന് പറയില്ലേ? ഉപയോഗിച്ച് റൺഔട്ട് ആവാം. റൺഔട്ട് ആവാന്നുള്ള പേര് നമുക്ക് ക്രിക്കറ്റ് ഉപയോഗിക്കാം. റൺഔട്ട് അതായത് തീർന്നു പോയി, റൺഔട്ട് ആയി, അവിടെ പിന്നെ ഉപയോഗമില്ല, അയാൾ പിന്നെ ഗാലറി പോയി ഇരിക്കണം. അതുപോലെ Can I use your lighter? ഞാന് വിളക്കൊന്ന് യൂസ് ചെയ്തോട്ടെ, ഉപയോഗിച്ചോട്ടെ, നിന്റെ വിളക്കൊന്ന് ഉപയോഗിച്ചോട്ടെ. I have run out of matches. അത്രയും വലിയ ഒരു സെന്റൻസ് ആണ് കേട്ടോ. Can I use your lighter? I have run out of matches. രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് മറ്റത്. അവിടെ നിൽക്കട്ടെ, അത്രയും അർത്ഥം പറ. ആ ലൈറ്റർ വിളക്കെന്ന് ഉപയോഗിക്കേണ്ടത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ലൈറ്റർ അല്ലേ, സേർട്ട് ലാമ്പ് ഒക്കെ പോലത്തെ സംഗതി, അത് മതി. പറഞ്ഞു. മാച്ചസ് മീൻസ് എന്താന്ന് മനസ്സിലായില്ല. തീപ്പെട്ടി. Can I use your lighter? I have run out of matches. എന്റെ തീപ്പെട്ടി കഴിഞ്ഞു, ഞാൻ നിന്റെ ലൈറ്റർ ഒന്ന് യൂസ് ചെയ്തോട്ടെ. കറക്റ്റ്. മാച്ചസ് തീപ്പെട്ടി, മാച്ച് ബോക്സ്, തീപ്പെട്ടിയുടെ മാച്ച് ബോക്സ്. യെസ്. ഇനി അടുത്ത സെന്റൻസ് ആണ്. It looks as if oil will run out faster than coal. Coal എന്ന് പറഞ്ഞാൽ കൽക്കരിയാണ്. കൽക്കരിയെ ഓരോരുത്തരും മനസ്സിലൊരർത്ഥം വിചാരിച്ചു നോക്കുന്നുണ്ട് എപ്പോഴും. നിങ്ങൾ വിചാരിച്ചത് തന്നെയാണ് വന്യകൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വിചാരിച്ചതും പറയുന്നതും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാകുന്ന വേണ്ടിയിട്ടാണ്. കുറച്ചൊക്കെ കൽക്കരിയേക്കാൾ കൂടുതൽ ഓയില് തീരും. ഓക്കെ, കറക്റ്റ് ആണ്. ഇറ്റ് ലുക്സ് ഇങ്ങനെ കാണപ്പെടുന്നു, അതുപോലെ. ഏതുപോലെ? ഓയിൽ എന്ന് വെച്ചാല് പെട്രോളിയം പ്രൊഡക്ട്സുകൾ വിൽ റൺ ഔട്ട് വേഗത്തിൽ തീരും, ദാൻ കോൾ കൽക്കരിയേക്കാൾ വേഗത്തിൽ ഭൂമിയിൽ തീർന്നു പോകുന്നത് എന്തായിരിക്കും? ഓയിലായിരിക്കും. യെസ്, ഓക്കെ. സഫീദ, വെരി ഗുഡ്. യെസ്. ഇനി ഇന്ന് വന്നിട്ടുള്ള ഒരാളുടെ പേര് പറയൂ. ആരെങ്കിലും ഒരാൾ വരൂ, ധൈര്യസമേതം ഒരാൾ വരൂ. ഞാൻ പറയാം സാറേ. യെസ്, വെരി ഗുഡ്. പറഞ്ഞോളൂ. സെൻഡ് ഫോർ someone. ഉണ്ടായില്ല, ഒരു മിനിറ്റ്. സെൻഡ് ഫോർ. ഓക്കെ. സെൻഡ് ഫോർ. ഓക്കെ. വായിച്ചോളൂ. സമ്മൺ അല്ല, സമണാണ്. SUMMON. സമൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ കോടതിയിലൊക്കെ എന്തെങ്കിലും കേസൊക്കെ ചെയ്ത് നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നമുക്ക് സമൻസ് വരും. സമൻസിന്റെ കടലാസാണ്. നിങ്ങൾ ഇത്രാം തീയതി ഇത്ര മണിക്ക് ഇന്ന കോടതിയിൽ ഹാജരാവണം എന്നുള്ള ആ കടലാസ് വരൂലേ, അതിനെ പറയുന്ന പേരാണ് സമൻസ്. ഈ സമൻസ് കൊണ്ട് വേണം നമ്മൾ കോടതി ചെയ്യാൻ. അപ്പോഴാണ് അത് ഏത് കേസിലേക്കാണ് ആവശ്യമായിട്ടുള്ളത്, ആ കേസിലെടുത്ത് നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിക്കുള്ളൂ. അപ്പൊ അതിനെ പറയുന്ന പേരാണ് സമൻസ്. ആ സമൻസ് എന്ന് പറയുന്നതിന്റെ സെയിം ഉള്ള പേരാണ് സമൺ. അപ്പൊ സമൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സമൻസ് വരുമ്പോൾ നമ്മൾ വിളിക്കുകയല്ലേ, അപ്പൊ വിളിക്കുക എന്ന അർത്ഥമാണ് സമൺ എന്ന് പറഞ്ഞത്. വിളിക്കുക, വിളിച്ചുകൊണ്ട് വരിക, വിളിക്കുക. ഓക്കെ, വായിച്ചോ.
The condition of the patient has become critical condition. They sent for the doctor. For the doctor. അതുകൂടി ഉണ്ട്. ഞാൻ ഒന്നുകൂടി പറയാം. The condition of the patient has become critical. പിന്നെ ഒരു കണ്ടീഷൻ ഉണ്ട് അവിടെ. അതൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. അതിലറിയാം. രണ്ടാമത്തെ കണ്ടീഷൻ വേണ്ട. അപ്പൊ ഇത്ര മതി. The condition of the patient has become critical. They send for the doctor. അങ്ങനെ അർത്ഥം പറഞ്ഞു. രോഗിയുടെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടായപ്പോൾ അവര് ഡോക്ടറെ വിളിച്ചു. ഡോക്ടറെ വിളിച്ചു. ഡോക്ടറെ വിളിക്കാൻ പോയി. ഓക്കെ, കറക്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത സെറ്റ് അബൌട്ട്. സ്റ്റാർട്ട്. സിമ്പിൾ അല്ലേ? വെരി വെരി സിമ്പിൾ. Some people find it difficult to start a conversation. കുറച്ചു കുട്ടികൾക്ക് കോൺവെർസേഷൻ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ട്, കോൺവെർസേഷൻ ചെയ്തു തുടങ്ങാൻ വളരെ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. സം പീപ്പിൾ, കുറച്ച് ആളുകൾ, ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട്, അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ് ടു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ. ടു സ്റ്റാർട്ട് എന്നുള്ള സ്ഥലത്ത് ടു സെറ്റ് അബൌട്ട് ആകാം. ടു സെറ്റ് അബൌട്ട് എ കോൺവെർസേഷൻ. ഓക്കെ, അടുത്തത് സെറ്റ് ഓഫ് സ്റ്റാർട്ട് എ ജേണി. സെറ്റ് ഓഫ് സ്റ്റാർട്ട് എ ജേണി. അർത്ഥം പിടിയിട്ടില്ല. ജേണി, യാത്ര. സ്റ്റാർട്ട് എ ജേണി, ഒരു യാത്ര ആരംഭിക്കുക. They set off the excursion on a fine morning to Chennai. അവർ അതിരാവിലെ തന്നെ ചെന്നൈയിലേക്ക് എക്സ്കർഷന് വേണ്ടി പോയി. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. They set off, അവർ സ്റ്റാർട്ട് ചെയ്തു, യാത്ര സ്റ്റാർട്ട് ചെയ്തു. എക്സ്കർഷൻ യാത്ര എങ്ങനെ? ഓൺ എ ഫൈൻ മോർണിംഗ്, നല്ലൊരു പ്രഭാതത്തിൽ, ടു ചെന്നൈയിലേക്ക്. ഓക്കെ, മൂന്നായില്ലേ മകളെ? ആയി തോന്നല്ലേ? യെസ്. അത് അടുത്തൊരാളെ വിളിക്കാം. യെസ്, ആരാണ് ഇതിനടുത്ത്? ഞാൻ ഇവിടെ നോക്കുമ്പോൾ പേര് കാണില്ല. യെസ്, വന്നോളൂ. 58ാമത്തെ വയസ്സ്. Setup, raise, establish. റൈസ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്. എന്താ റൈസ് എന്ന് പറഞ്ഞാല്? ഉയർത്തുക അല്ലെങ്കിൽ സ്ഥാപിക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്. സ്ഥാപിക്കുക, കറക്റ്റ്. The roadblocks were set up by the police to catch the escaped prisoner. ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട ആളെ പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസ് റോഡ് ബ്ലോക്ക് ചെയ്തു. Very good. The roadblocks were set up by the police to catch the escaped prisoner. Very good, very good, very good. അടുത്ത വായിച്ചോ. A new government was set up after the common election. Common electionന് ശേഷം ഒരു പുതിയ ഗവൺമെന്റ് സ്ഥാപിച്ചു. യെസ്, ഉയർന്നു വന്നു. പുതിയൊരു ഗവൺമെന്റ് ഉയർന്നു വന്നു. യെസ്. Take after, resemble. സാമ്യം തോന്നുക, സാദൃശ്യം തോന്നുക എന്ന് പറയുന്ന റിസം എന്ന് പറയും. പറഞ്ഞോളൂ. Maria really takes after her mother. മരിയ അവളുടെ അമ്മയെ പോലെ ഇരിക്കുന്നത്. അമ്മയുടെ സാമ്യമുണ്ട്. മരിയയുടെ അമ്മയെ കണ്ടു കഴിഞ്ഞാല് അമ്മയും മകളുമാണെന്ന് ചോദിക്കണ്ട, അവരുടെ ഫേസ് തമ്മിൽ സാമ്യമുണ്ട്. മരിയ റിയലി ടേക്സ് ആഫ്റ്റർ, ഒരുപോലെ തോന്നുന്നു. ഹെർ മദർ, അവളുടെ അമ്മയെ പോലെ തന്നെ തോന്നുന്നു. ഓൾറെഡി വായിച്ചു. Take in, to receive in one's house. ഒരാളുടെ വീട്ടിലേക്ക് വിളിക്കുന്നു, സ്വീകരിക്കുക. They took me in and fed me. അവരെന്നെ വീട്ടിലേക്ക് വിളിച്ചു വന്നിട്ട് ഭക്ഷണം തന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. അവരെന്നെ വീട്ടിലേക്ക് വിളിച്ചു. ആൻഡ് ഫെഡ് മീ. ഫീഡ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഫെഡ്. ആൻഡ് ഫെഡ് മീ, ഫുഡ് തന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. ഇനി അടുത്താരാണ് ധൈര്യ സമയം വരുന്നത്? യെസ്, വായിച്ചോളൂ. 61 വായിക്കും.
Take over. To gain control over means ചുമതല നിയന്ത്രണം ലഭിക്കുക എന്നുള്ള മീൻ. Okay, okay, The okay. new doctor has taken over the duties of the old woman. Nice. ആ വൃദ്ധയായുടെ സ്ത്രീയുടെ ചുമതല അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാര്യങ്ങളെല്ലാം പുതിയ ഡോക്ടർ ഏറ്റെടുത്തു. Very good, very good, very good, very good. അടുത്ത. Take up, occupy or raise Okay, means ടേക്ക് അപ്പ് കഴിഞ്ഞിട്ടാണ് ഒരു ഡാഷ് ഉള്ളത്. രണ്ടർത്ഥമാണ്, ഒക്കുപ്പൈ, റൈസ്, രണ്ടർത്ഥമാണ്. ടേക്ക് അപ്പ് ഒക്കുപ്പൈ എന്നല്ല, ടേക്ക് അപ്പ് വരുള്ളൂ, ഒക്കുപ്പൈ കോമ റൈസ്. വായിച്ചോളൂ. occupy means മലയാളം വേർഡ് വരുന്നില്ല സർ. ഒക്യുപ്പൈഡ് ഒക്കുപ്പൈ എന്ന് പറഞ്ഞാല് നമുക്കുള്ള അല്ലെങ്കിൽ ഉള്ള അങ്ങനെയുള്ള ഒരു മീനിങ്ങാ, പക്ഷെ മലയാളം വരുന്നില്ല. This work will take up a lot of time. ഈ വർക്കിന് ഒരുപാട് സമയം എടുക്കും. Yes, very good, very good, very good. I will take up the matter with any member of the parliament. ഞാൻ ഈ കാര്യം പാർലമെന്റിലെ ഏതെങ്കിലും മെമ്പറോട് കൂടി എന്താണ് I will take up. ഞാൻ അത് ഏറ്റെടുത്തുകൊള്ളാം. Okay, okay. Your name പറഞ്ഞ പേര് പറഞ്ഞ അഭിനവ്. അഭിനവ്, ഞാൻ ചോദിച്ചു ചോദിക്കട്ടെ, ചുമ്മാ ചോദിക്കുന്നതാണ്. ഇപ്പൊ ഇവിടെ ഒരു വാക്ക്, who is the silent member of the parliament? Silent member. Who is the silent member of the parliament? Speaker. I don't know sir. ലിനി എന്താ പറഞ്ഞ? സ്പീക്കർ ആണോ സർ? സ്പീക്കർ അല്ല, സ്പീക്കറാണ് ഏറ്റവും കൂടുതൽ വെച്ചിട്ടുണ്ടാക്കുന്നത്. നിർത്ത് എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ടാക്കുന്നതാണ് സ്പീക്കറാണ്. Who is the silent member of the parliament? സർ സ്പീക്കറിന് സറൗണ്ട് ചെയ്ത് കുറച്ച് പേര് ബാക്കിൽ ഇങ്ങനെ നിൽക്കും വടിയും പിടിച്ച്, അവരാണെന്ന് തോന്നുന്നു സൈലന്റ് ആയിട്ട് നിൽക്കുന്നത് പാർലമെന്റില്. പാർലമെന്റില് മറ്റേ ഗാർഡ്സ് നിൽക്കണത് അല്ലേ? അതുമല്ല. യെസ്, ആർക്കൊന്നും പറയട്ടെ. ഞാൻ ഉന്നയിക്കാം ഈ കാര്യം, ഞാൻ പാർലമെന്റിൽ ഉന്നയിക്കാം. I will take up the matter with any member of the parliament. ഞാൻ ഈ കാര്യം പാർലമെന്റിലെ ഏതെങ്കിലും മെമ്പറോട് കൂടി ഉന്നയിക്കാം, അങ്ങനല്ലേ? അല്ല, അത് സംഭവിച്ചു. ഞാൻ വെറുതെ ചോദിച്ചാൽ അത് താങ്കൾ പറഞ്ഞിട്ട് ഞാൻ ചില സമയത്ത് മീനിങ് മനസ്സിലാവും സാർ, പക്ഷെ ഇത് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യും. കാരണം നമ്മുടെ മുന്നിൽ പഠിക്കാനിരിക്കുന്ന കുട്ടികൾക്ക് അറിയാൻ പാടില്ലാത്ത കുട്ടികളാണ്. അപ്പൊ നമ്മൾ അവരുടെ ലെവലിലോട്ട് നമ്മൾ വരണം. നമുക്ക് ഒരുപാട് അറിവുണ്ട്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ആ ലെവലിലോട്ട് അങ്ങനെ പോകണം. കാരണം നമ്മുടെ മുന്നിലിരിക്കുന്ന ആരാണ്? ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്ന കുട്ടികളാണ്. അപ്പൊ അവരിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ആ ലെവലിലോട്ട് മനസ്സുകൊണ്ട് അങ്ങോട്ട് താഴേക്ക് പോകണം. യെസ്, ഓക്കെ. നല്ല ടീച്ചർമാര് അങ്ങനെ പോകണം. ഓക്കെ, അപ്പൊ ഞാനിത് ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആണ്. ഈ പാർലമെന്റ് എന്ന് എഴുതുന്ന സ്ഥലത്ത് ആ സ്പെല്ലിംഗ് നോക്കിയേ. ആ ഐ ഇല്ലേ? ഓക്കെ, അമ്പടോ കറക്റ്റ്. ആ ഐ എന്നുള്ളത് പ്രൊനൗൺസ് ചെയ്യില്ല. ശരിക്കും എഴുതിയിരിക്കുന്നത് പാർലിയമെന്റ് എന്നാണ്. അപ്പൊ ഐ ഇല്ല അവിടെ, പാർലമെന്റ് എന്ന് പറയുള്ളൂ. സൈലന്റ് മെമ്പർ ഓഫ് ദ പാർലമെന്റ് എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റ് ഈസ് ഐ ആണ്. ഐ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലെറ്റർ ആണ്. എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ തട്ടിക്കോട്ടോ. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ വായിച്ച് പാർലമെന്റ് വന്നുകൊണ്ട് ഞാൻ ചോദിച്ചത് മാത്രമേ. ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് ഈ ക്വസ്റ്റ്യൻ ആയിട്ട് ബന്ധപ്പെട്ട് എന്തോ ക്വസ്റ്റ്യൻ സാർ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല. ഞാൻ വിചാരിച്ചു ഈ ടേക്കപ്പ് അതുമായിട്ട് എങ്ങനെ കണക്ട് ആവും ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ താങ്കൾ വേറെ വഴിക്ക് പോയല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അടുത്തിലോട്ട് വരും. ടേൺ ഡൗൺ, റിജക്ട്. റിജക്ട് മീൻസ് തള്ളിക്കളയുക, നിഷേധിക്കുക എന്നുള്ള മീനിങ് ആണ്. ദ PSC ടേൺ ഡൗൺ മെനി ആപ്ലിക്കേഷൻസ്. PSC ഒരുപാട് ആപ്ലിക്കേഷൻസ് തള്ളിക്കളഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. മൂന്നെണ്ണായി അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. അതൊക്കെ കറക്റ്റ് ആയിട്ട് ഓർത്തിട്ടുണ്ട് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ആരാണ് വരുന്നത്? ഞാൻ വായിക്കാം സാർ. യെസ്, കമോൺ കമോൺ. ടേൺ അപ്പ് ആണ് ഇനി വായിക്കേണ്ടത്. എത്തിച്ചേരുക. വെരി വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. Many of them have not turned up to the meeting in time. In time. Okay. Many of them have turned up to the meeting in time. Simple അല്ലേ? മീറ്റിംഗ് തുടങ്ങാറായിട്ടും കുറച്ചു പേർ എത്തിച്ചേർന്നിട്ടില്ലെന്നാണോ സാർ? എത്തിയിട്ടില്ല. സമയമായിട്ടും
കുറച്ച് പേര് എത്തിയില്ല. വെരി ഗുഡ്. ആൾക്കാർ കുറച്ചുപേര് എത്തിയിട്ടില്ല. ആ അടുത്തത് ടേൺ ഔട്ട് വേണോ? prove to be in the end. The police has arrested him. നമുക്ക് അത് പറയാം. ഒറ്റ മിനിറ്റ് നമുക്ക് അതിന്റെ അർത്ഥം ഒന്ന് പറയാം. ടേൺ ഔട്ട്, പ്രൂവ് ടു ബി ഇൻ ദ എൻഡ്. പ്രൂവ് എന്ന് പറഞ്ഞാൽ തെളിയുക, ടു ബി ഇൻ ദ എൻഡ് അവസാനം ബോധ്യപ്പെടുക, അല്ലെങ്കിൽ അവസാനം തെളിഞ്ഞു വരിക, ബോധ്യപ്പെടുക, ഫൈനലി ബോധ്യപ്പെടുക. ഇനി വായിച്ചു. The police had arrested him on suspicion എന്നാണ്. ഓക്കെ, സസ്പിഷൻ. But it turned out that he was the criminal. ഈ സെന്റൻസിലെ അർത്ഥം അറിയാൻ വല്ല വാക്കുണ്ട? സസ്പീഷൻ എന്ന് പറഞ്ഞാൽ സംശയം. സിമ്പിളല്ലേ? ഇനി പറഞ്ഞു നോക്കിയേ. സംശയാസ്പദമായ രീതിയിലാണ് ആ കുറ്റവാളിയെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്നാണോ സാർ? അല്ല, സംശയത്തിന്റെ പുറത്ത് സംഭവം കറക്റ്റ്. സംശയത്തിന്റെ പുറത്താണ് ആ കുറ്റവാളിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓക്കെ ആണോ സാർ? അല്ല, ഇത് ബാക്കി പറഞ്ഞില്ല. അത് എവിടം വരെ സസ്പീഷൻ വരെ ആയിട്ടുള്ളൂ. It turned out that he was the criminal. Turned out അവസാനം ബോധ്യപ്പെട്ടു അയാൾ കുറ്റവാളി അല്ലെന്നുള്ളത്. But it turned out that he was the criminal. സംശയത്തിന് പുറത്താണെങ്കിലും അയാൾ കുറ്റവാളിയാണെന്ന് അവസാനം തെളിയിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കറക്റ്റ്, അങ്ങനെയാണ് കേട്ടോ. The police had arrested him on suspicion. സംശയത്തിന്റെ പുറത്താണ് പോലീസ് അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് എന്നാൽ ഇറ്റ് ടേൺഡ് ഔട്ട് അവസാനം ബോധ്യപ്പെട്ടു. ടേൺഡ് ഔട്ട് അവസാനം ബോധ്യപ്പെടുന്നു. എന്ത്? ദാറ്റ് ഹി വാസ് ദ ക്രിമിനൽ. അവനായിരുന്നു ക്രിമിനൽ, കുറ്റവാളി എന്ന് ഒടുവിൽ ബോധ്യപ്പെട്ടു. അടുത്ത് വായിച്ചു. ടേൺ ഓവർ, അപ്സെറ്റ്. അപ്സെറ്റ് എന്ന് വെച്ചാൽ ചുമക്കടിക്കുക, അല്ലെങ്കിൽ മെന്റലി ഷോക്ക്ഡാവുക. His mother's death turned him mentally over. അവന്റെ his mother. സിമ്പിൾ അല്ല, വാക്കുകളേ. മാനസികമായി തകർന്നു പോയി അമ്മ മരണപ്പെട്ടപ്പോൾ, അങ്ങനെയാണോ? അത് തന്നെ. അമ്മയുടെ മരണം അവനെ മാനസികമായി തളർത്തി. അപ്സെറ്റ് ചെയ്തു. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അടുത്തവരോട് വായിച്ചു. വൈൻഡപ്പ്, ഫിനിഷ്, പൂർത്തീകരിക്കുക. She decided to wind up her account with that bank. അവൻ തീരുമാനിച്ചു അവന്റെ ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടി. ആ ബാങ്കുമായിട്ടുള്ള ഇടപാടുകൾ നിർത്താൻ വേണ്ടി അവൻ തീരുമാനമെടുത്തു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. She decided to wind up, to finish her account with that bank. ആ ബാങ്കുമായിട്ടുള്ള അക്കൗണ്ടുകൾ ഫിനിഷ് ചെയ്യാനായിട്ട് അവൾ തീരുമാനിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി അടുത്താരാണ്? ഞാൻ കേൾക്കാം സാർ. യെസ്, പറഞ്ഞോ ഹെർമി സാർ. ഏതൊരു അമ്മയുടെ മരണല്ലേ? ഫിനിഷ് എന്നാണോ തുടങ്ങി? ഇനി അടുത്ത 68ാമത്. ഓക്കെ, വിമർശിക്കുക, ക്രിട്ടിസൈസ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. രണ്ടെണ്ണം ഉള്ളൂ. ഓക്കെ, പറഞ്ഞോളൂ. It is easy to round down the government, but she difficult to suggest practical solution to our problem. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാല് സർക്കാരിനെ അറിയിക്കാൻ എളുപ്പമാണ്, പക്ഷെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ പ്രയാസമാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇറ്റ് ഈസ് ഈസി ടു റൺ ഡൗൺ ദ ഗവൺമെന്റ്. ഗവൺമെന്റിനെ വിമർശിക്കാൻ എളുപ്പമാണ്, ബട്ട് ഈസ് ഡിഫിക്കൽട്ട് ടു സജസ്റ്റ് എ പ്രാക്ടിക്കൽ സൊല്യൂഷൻ. പക്ഷേ ഒരു പ്രായോഗികമായ നിർദ്ദേശം സജസ്റ്റ് ചെയ്യാനായിട്ട് അത് വളരെ ബുദ്ധിമുട്ടാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ക്ലിങ് ടു, സ്റ്റിക്ക്, പിന്തുടരുക. അള്ളി പിടിക്കാതെ പറയില്ലേ, പിടിച്ചു നിൽക്കാന്നൊക്കെ പറയില്ലേ, അത് തന്നെ. യെസ്, ഓക്കെ. Children cling to their mother's clothes when they see strangers. കുട്ടികൾ അപരിചിതരെ കാണുമ്പോൾ അവരുടെ അമ്മയുടെ വസ്ത്രത്തില് പിടിക്കാറുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അല്ലെ, അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഹൈറനീസ് പറഞ്ഞത് അല്ലെ. കുട്ടികൾ അപരിചിതരെ കാണുമ്പോ എന്ത് ചെയ്യും? പേടിച്ചിട്ട് അമ്മയുടെ വസ്ത്രത്തിൽ ഇങ്ങനെ പിടിക്കാറുണ്ട്. യെസ്, ഓക്കെ. അപ്പോ ഇത് കുറച്ച് മോഡലായിട്ടുള്ള കുറച്ച്
പ്രൈസൽ വെർബിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ ഇതിൽ നിന്ന് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് എപ്പോഴും വരുന്ന കുറെ ഇതുണ്ടല്ലോ. ഇപ്പൊ നമ്മളിപ്പോ 69 ഇവിടെ തന്നെ നോക്കി, 69 അല്ല, ഇത് ഇഷ്ടം പോലെ ഇട്ടുണ്ട്. യെസ്. അപ്പൊ എന്നിരുന്നാലും കോമൺ ആയിട്ട് പരീക്ഷയ്ക്ക് വരുന്ന കുറച്ചൊക്കെ നമുക്ക് ലാസ്റ്റ് പരീക്ഷയുടെ സമയത്ത് ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് അത് വെറുതെ വായിച്ചു പോവുക. യെസ്. അപ്പോ ഫ്രേസൽ വെർബ് ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും പുതിയ വിശേഷങ്ങളും പുതിയ ചാപ്റ്ററുമായിട്ട് നമ്മൾ വീണ്ടും കാണും. സോ ടിൽ ദെൻ ബൈ. സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ പറയാം. സർ ഈ ഫസ്റ്റ് ടേമിന് തന്നെ ഉണ്ടാവോ? ഏത്? ഇല്ല, ഫസ്റ്റ് ടേമിൽ ഇത് വരില്ല. ആദ്യത്തെ ഒരു 9 ചാപ്റ്റർ ഉണ്ടാവുള്ളൂ. ഇതിപ്പോ നമുക്കിപ്പോ 13 അല്ലേ? യെസ്. എന്റെ മക്കളെ, നിങ്ങൾ പരീക്ഷയെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഡോണ്ട് വറി. നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വാക്ക്? നിങ്ങൾ ആരും ഇംഗ്ലീഷിൽ തോക്കില്ല. പോരെ? നിങ്ങൾ അതിനെ കുറിച്ച് ടെൻഷൻ എന്തോ ഫസ്റ്റത്തെ 9 ചാപ്റ്റർ ആണോ ഉണ്ടാവുക? ഉണ്ടാവും. അത് അപ്പൊ വരുമ്പോ പറയും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കുറച്ചാൾ കഴിയുമ്പോ നമുക്കൊരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും. ഇതിപ്പോ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഫോർ ദ പോയിന്റ് ഓഫ് വ്യൂ എക്സാമിനേഷൻ നമ്മളൊക്കെ ഡോക്ടർ, ഈ മാസം എപ്പോഴായിരിക്കും പരീക്ഷ? ടീച്ചർ പറയൂട്ടെ, ടീച്ചർ പറയും. അതൊക്കെ ടീച്ചർ പറയും. പരീക്ഷയുടെ ജാഗ്രതൊക്കെ ടീച്ചർക്കാണ്. ടീച്ചർ കറക്റ്റായിട്ട് പറയും. യെസ്. ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും? അപ്പൊ ഞാൻ പറയുന്നു, പരീക്ഷയ്ക്ക് ഒന്നും നിങ്ങൾ നോക്കില്ല. ടേം എക്സാമിനേഷൻ വരുമ്പോൾ ആകെ 10 ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. 2 ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വീതം, 20 മാർക്ക്. 10 × 20 മാർക്ക്. അതും പഠിക്കണ്ട. യെസ്. അപ്പൊ ഡൗട്ട് ക്ലിയർ ആയല്ലോ? യെസ്. ഓക്കെ. സോ സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ പറയാം, നിങ്ങൾ ക്ലോസ് ചെയ്യാം. സാറുണ്ട് ഇന്ന് ഇംഗ്ലീഷിന്റെ കുറിച്ചുള്ള ഒരു എന്താണ് ലാംഗ്വേജ് എന്നും ആ ലാംഗ്വേജ് എവിടെ നിന്നാണ് വന്നതെന്നും കുറിച്ചുള്ള ചെറിയൊരു ഷോർട്ട് പാര പറയാം സർ. ഓക്കെ, വെരി ഗുഡ്. English is a global language due to its widespread use in international business, science and diplomacy. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് സ്പ്രെഡ് ആയിരിക്കുന്നത്, വൈഡ് സ്പ്രെഡ് ആവുന്നത് തന്നെ ഇന്റർനാഷണൽ ബിസിനസ് ആണ്. ഇന്റർനാഷണൽ ബിസിനസ്സിലും സയൻസിലും ഡിപ്ലോമസിയിലും ഒക്കെ നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. It is originating in England. It became prominent through the British Empire and global influence of the United States. And it is in many countries either it is used as a first language or a second language. Its extensive vocabulary and adaptability make it a valuable skill for communication in an interconnected world, from commerce to technology. ഇന്നത്തെ നമ്മുടെ ഈ വേൾഡിൽ മൊത്തത്തിൽ നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഐദർ പല കൺട്രീസിലും അത് ഫസ്റ്റ് ലാംഗ്വേജ് അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്ത് വരുന്നുണ്ട്. മെയിൻലി ഇത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ മാധ്യമമായിട്ടാണ് ഇപ്പം ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നത്. ട്രേഡിനും കൊമേഴ്സും ടെക്നോളജിക്കും എല്ലാം തന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഇപ്പം വളരെ യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ അതിന്റെ അഡോപ്റ്റബിലിറ്റി ഇത്രയും ഹയർ ആക്കിയിരിക്കുകയാണ്. ലാംഗ്വേജ് ഇല്ലാതെ നമുക്ക് പറ്റില്ല എന്നുള്ളൊരു ഫോമിലേക്ക്. താങ്ക് യു സർ. Okay, very good observation. Okay. Yes. Thank you, sir. Okay. Thank you, sir. The next class. Okay. Thank you, sir. Okay.